എന്റെ കൂടെ ഡോക്ടർ ഫബിത്ത് ഉണ്ട്. സോ ഹായ് ഡോക്ടർ. ഹലോ ഹായ്. ഹായ്. യെസ് നമുക്ക് വണ്ടിയെ കുറിച്ച് പറയാം. വണ്ടിയുടെ മോഡൽ വരുന്നത് 2016 മോഡലാണ്. 2016 മോഡൽ BMW i8 അല്ലേ? i8. യെസ്, അത് ഹൈബ്രിഡ് വണ്ടിയാണ് അല്ലേ? ഇത് ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടി എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാം, പെട്രോളിൽ പോകും, പ്ലസ് ഈ ബ്രേക്ക് ചെയ്യുമ്പോഴും വണ്ടി ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. അപ്പം ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മൈലേജ് എത്ര വരാം? മൈലേജ് 47 ആണ് മൈലേജ് പറയുന്നത്, കമ്പനി പറയുന്നത്. എന്തായാലും പെട്രോളിൽ മാത്രം പോവുകയാണെങ്കിൽ ഒരു 20-25 ഒരു 20 കിട്ടുമായിരിക്കും. പെട്രോൾ മാത്രമായിട്ട് പോവുകയാണെങ്കിൽ ലൈക്ക് യൂസിങ് ബോത്ത് എഞ്ചിൻ, അതായത് ഇവിയിൽ പോവാണ്, എക്കണോമി ഇതിൽ പോവുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 47-48 മൈലേജ്. ഓ മൈ ഗോഡ്, 47 ഇവൻ സാധാരണ വണ്ടിയിൽ പോലും അത്ര മൈലേജ് നമുക്ക് കിട്ടാറില്ല. അപ്പൊ പ്രീമിയം വണ്ടിയിൽ സാധാരണ നമുക്ക് അത്ര മൈലേജ് കിട്ടില്ല അല്ലെ? 10-12 അത്രയൊക്കെ അല്ലേ കിട്ടുള്ളൂ. ഇത് അടിപൊളിയാണല്ലോ, 47 മൈലേജ് എന്നൊക്കെ പറയുമ്പോ. പക്ഷെ അതിന്റെ കോസ്റ്റ് അത്ര ഉണ്ടല്ലോ. അപ്പം ബേസിക്കലി ഇത് ഇറ്റ്സ് നോട്ട് ഓൺ മൈലേജ്. ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർ അതിന്റെ പവറും ഒരു സ്പോർട്സ് കാർ, ഒരു സൂപ്പർ കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്ന വണ്ടി. അപ്പം മൈലേജ് ശരിക്കും നോക്കാറില്ല, പക്ഷെ അഡീഷണൽ ബെനിഫിറ്റ് ആക്ച്വലി. ഓക്കെ, അടിപൊളി. എന്തായാലും ഇത്രയും മൈലേജ് ഉണ്ട്. ഈ വണ്ടിയുടെ കോസ്റ്റ് എത്രയാ വരാം? ഇതിന് ഓൺ റോഡ് 2.75 അടുത്ത് വരും. 2.75 crore. ഓക്കെ, അടിപൊളി. അപ്പം ഈ കാറ് ബ്ലൂ ഫേവറേറ്റ് കളറാണോ? അത് എന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ തന്നെയാണ്. ബട്ട് ഈ കാറ് ആക്ച്വലി BMW ഇറക്കുമ്പോ അവര് ചെയ്താണ് ഈ കംപ്ലീറ്റ് സ്പെക്ക്. ഈവൻ ആ സീറ്റ് ബെൽറ്റ് വരുന്നത് വരെ ബ്ലൂ ആക്കുന്നത് BMW ഡിസൈൻ. അതൊരു കോൺസെപ്റ്റ് കാറായിട്ട് ഇറക്കിയതായിരുന്നു അവര് ഫസ്റ്റ് 2014 ടൈമില്. ഫസ്റ്റ് ടൈമാണ് ഒരു കോൺസെപ്റ്റ് കാറ് റോഡിലോട്ട് ഇറക്കുന്നത് BMW. അപ്പൊ ഞാനിത് മാഗസിനിലും അതേമാതിരി തന്നെ ദുബായിൽ എക്സിബിഷനിലൊക്കെ നമ്മൾ വീഡിയോസ് കാണുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കാർ കാണുമ്പോൾ വാവ് എന്ന് പറയുന്ന കാറ് റോഡിലേക്ക് ഇറങ്ങിയപ്പോ തന്നെ എന്റെ മനസ്സിൽ ദിസ് ഇസ് വൺ ഓഫ് ദ വെഹിക്കിൾ എന്നുള്ള ഒരു ഡ്രീം കാർ എന്നുള്ള ഒരു സെറ്റ് ഉണ്ടല്ലോ, അത് സെറ്റ് ചെയ്തിരുന്നു. ബട്ട് ഫസ്റ്റ് ടൈമാണ് അവർ BMW അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കാർ റോഡിലോട്ട് ഇറക്കുന്നതും വിത്ത് 90%. അതേമാതിരി തന്നെ ഇപ്പൊ ഇതിന്റെ മേലത്തെ റൂഫൊക്കെ കാർബൺ ഫൈബർ ആണ്, പക്ഷെ അവർ കോൺസെപ്റ്റിൽ കാണിക്കുന്നത് ഫുൾ ഗ്ലാസ് ആയിരുന്നു, ഡോറും ഇതൊക്കെ. പക്ഷെ അത് മാറ്റിയിട്ട് അവര് കാർബൺ ഫൈബർ ആക്കി, കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 90% അതേമാതിരി തന്നെ വെച്ചിട്ട്, ലൈക്ക് ആ കോൺസെപ്റ്റിന്റെ ഇത് വെച്ചിട്ട് ഓൺലി എന്താ പറയാ ഒരു 10% അവർ മാറ്റിയിട്ട് they made it like that. ഓക്കെ, അപ്പം ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത്, ഡോക്ടർക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? നിങ്ങള് എല്ലാരുടെ അടുത്ത് ഏജ് ചോദിക്കുന്നുണ്ട്, എന്താ ഉദ്ദേശം? ഇല്ല, വെറുതെ ഒരു രസത്തിന്. 43. 43 കണ്ടാ പറയില്ലല്ലോ.